പ്രിയപ്പെട്ടവരെ, ഖുർആൻ ചിന്താപൂർവം മനസ്സിരുത്തി പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നുണ്ട്. അതിലൊന്ന് ഖുർആൻ നമുക്ക് നൽകുന്ന പാഠം ക്വാണ്ടിറ്റിയേക്കാൾ ക്വാളിറ്റിക്കാണ് പ്രാധാന്യം എന്നതാണ്. കുറേ എണ്ണമുള്ളതുകൊണ്ട്, കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് എല്ലാം നന്നാവണമെന്നില്ല. പക്ഷെ ഉള്ളത് ക്വാളിറ്റി ഉള്ളതാവണം, മികവും ഉള്ളതാവണം എന്നതാണ് പ്രധാനം. സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ജനനത്തെയും മരണത്തെയും നിർണയിച്ചവനാണ് അവൻ. ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ. എന്താണ് പരീക്ഷ? അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് കർമ്മങ്ങളിൽ ഗുണനിലവാരം പുലർത്തുന്നത് അഥവാ ഇഹ്സാൻ പുലർത്തുന്നത് എന്നാണ് പരീക്ഷയുടെ മർമ്മം. ഈ ഇഹ്സാൻ തന്നെയാണ് സൂറത്തുൽ കഹ്ഫിലും അല്ലാഹു തആല മറ്റൊരു വിധത്തിൽ പറയുന്നത്, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. അറബി ഭാഷയിൽ ഒരു തകരാറും വരാതെ വേണമെങ്കിൽ അയ്യുക്കും അക്സറു അമല, അയ്യുഹും അക്സറു അമല എന്നൊക്കെ പറയാം. വാചകത്തിനൊന്നും ഘടനാപരമായ പ്രശ്നങ്ങളൊന്നും വരില്ല. പക്ഷെ അല്ലാഹു തആല അയ്യുക്കും അഹ്സനു അമല എന്നാണ് പറഞ്ഞത്. ഇത് നമ്മുടെ ശ്രദ്ധയിലുണ്ടാവണം. ഗുണമേന്മ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. കുറേ ഉണ്ട് എന്നതുകൊണ്ട്, എണ്ണപ്പെരുപ്പമുണ്ട് എന്നതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാവുകയില്ല. സത്യത്തിൽ ബദർ നടന്ന മാസമാണ് റമദാൻ. ബദറിൽ നമ്മൾ വിജയിച്ചത് ഈ ഗുണമേന്മ കൊണ്ടാണ്. എണ്ണം 3-1 ഉള്ളൂ. ശത്രുസൈന്യത്തിൻ്റെ 3-1 താഴെയാണ് നമ്മുടെ എണ്ണം. സന്നാഹങ്ങൾ, സാമഗ്രികൾ ഒക്കെ വളരെ തുച്ഛമാണ്, മറുപക്ഷത്താണ് ധാരാളമുള്ളത്. പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ബദറിൽ മുസ്ലിമീങ്ങൾ മഹാവിജയം കരസ്ഥമാക്കി. അതിന് മുഖ്യ നിദാനം നമ്മുടെ ക്വാളിറ്റിയാണ്, മുഅ്മിനീങ്ങൾ പുലർത്തിയ ഗുണനിലവാരമാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളിൽ 20 നല്ല ക്ഷമാലുക്കളുണ്ടെങ്കിൽ 200 പേരെ അതിജയിക്കാൻ സാധിക്കും. അതിജയിക്കാൻ സാധിക്കുന്ന നിദാനമായ ഗുണം ക്ഷമയാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ പീഡനമേൽക്കുമ്പോൾ വിലപിക്കാതിരിക്കലല്ല, അങ്ങനെ സഹിച്ച് കഴിഞ്ഞുകൂടലുമല്ല. മറിച്ച് തെറ്റായ വികാരങ്ങളെയൊക്കെ, പ്രലോഭനങ്ങളെയും പ്രകോപനങ്ങളെയും ഒക്കെ ചെറുത്ത് നിന്ന് ഉറച്ച ഒരു നല്ല നിലപാട് സ്വീകരിക്കലാണ് ക്ഷമ. ഒന്നിനും വീഴാതെ സത്യശുദ്ധമായ നിലപാട് സ്ഥിരമായി പുലർത്തണമെങ്കിൽ നല്ല ക്ഷമ വേണം. അത് ക്ഷമയുടെ ഏറ്റവും ഉയർന്ന പരിധിയിൽ വരുന്നതാണ്. ക്വാളിറ്റി, ക്ഷമയും ഒരു ക്വാളിറ്റിയാണ്. ക്വാളിറ്റി ഉണ്ടാക്കിയെടുക്കുക. നോമ്പിൽ ക്ഷമയുടെ ഒരു പരിശീലനം നടക്കുന്നുണ്ട്. അത് മാത്രം പോരാ, ക്ഷമ എന്നത് അതിൻ്റെ വിപുലമായ അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള ശ്രദ്ധയും ശ്രമവും വേണം. ഖുർആൻ പറഞ്ഞല്ലോ, കമ്മിൻ ഫിയത്തിൻ ഖലീലത്തിൻ ഖലബത്ത് ഫിയത്തൻ കസീറത്തൻ ബിഇദ്നില്ലാ വല്ലാഹു മഅസ് സാബിരീൻ. എത്ര ചെറു സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ തോൽപ്പിച്ചത്. അള്ളാഹുവിൻ്റെ സഹായത്തോടുകൂടി, അള്ളാഹുവിൻ്റെ അനുമതിയാൽ. എന്നിട്ട് അവസാനിപ്പിക്കുന്നു, വല്ലാഹു മഅസ് സാബിരീൻ. തീർച്ചയായും അള്ളാഹു തആല ക്ഷമാലുക്കളോടൊപ്പമാണ്. അപ്പോൾ ക്ഷമ ഉൾപ്പെടെ ഉള്ള ക്വാളിറ്റികളാണ് നമ്മുടെ വിജയത്തെ നിർണ്ണയിക്കുന്നത്. ബദറിൽ നമ്മൾ വിജയിച്ചത് ക്വാളിറ്റിയുടെ വിജയമാണ്. ഒരിക്കലും എണ്ണപ്പെരുപ്പത്തിൽ അഹങ്കരിച്ചുകൊണ്ട് ഒരു കാര്യവുമില്ല. ക്വാളിറ്റി ഇല്ലാതെ ഉള്ള ക്വാണ്ടിറ്റി, ക്വാളിറ്റി പരിഗണിക്കാതെയുള്ള ക്വാണ്ടിറ്റി ഒരു നിലയും വിലയുമില്ലാത്തതാണ്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അമീൻ ഖല്ലത്തിൻ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചെറുതായതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് പോരായ്മ ഉള്ളത് കൊണ്ടാണോ എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, വലാകിന്നക്കും കസീർ, നിങ്ങൾ വളരെയേറെ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ മലവെള്ളത്തിലെ ചണ്ടി പോലെ ആയിരിക്കും, ഒരു നിലയും വിലയും ഇല്ലാത്ത ഒരവസ്ഥയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്വാളിറ്റി ഉണ്ടാക്കുക. എങ്കിൽ ഇനിയും ബദറുകൾ ആവർത്തിക്കാൻ ഇടയുണ്ട്. അല്ലാഹു തആല നമ്മളെ ക്ഷമാലുക്കളെ കൊടുത്ത് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്ഷമയെ അള്ളാഹുവിൻ്റെ റസൂൽ ഈമാന്റെ ഭാഗമായി എണ്ണിയത് മറക്കാതിരിക്കുക. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.